CPIM സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് ആണ് മുഖ്യാതിഥി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഗാസ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാറിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, നേരത്തെ തന്നെ പലസ്തീൻ അംബാസിഡറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തുകയും പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് എല്ലാവിധ പിന്തുണ നൽകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഒപ്പം ഈ വിഷയത്തെ രാഷ്ട്രീയമായി കൂടി കാണുകയാണ് CPIM. അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ലീഗ് മറ്റൊരു പരിപാടിയിലൂടെ. എന്താണ് നടക്കാൻ പോകുന്നത്? അഭിലാഷ്, കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പാലസ്തീൻ അംബാസഡർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഏക പരിപാടി കോഴിക്കോട് നടക്കുന്ന ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമാണ്. അത് LDFന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ പ്രധാന ഘടകകക്ഷി നേതാക്കൾ മന്ത്രി AK ശശീന്ദ്രനും ME ശ്രേയാംസ്കുമാറും CPIയുടെ നേതാക്കൾ അടക്കമുള്ളവരുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഏക സിവിൽ കോഡ് ബന്ധപ്പെട്ടും ദേശീയ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭ പരിപാടികളും റാലികളുമൊക്കെ CPM സംഘടിപ്പിച്ച ഒരു സ്ഥലമാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ തോതിൽ താമസിക്കുന്ന ഒരിടം കൂടിയാണ്. പക്ഷേ ഇത്തവണ മുമ്പ് ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി പാർട്ടി എന്ന രീതിയിൽ അല്ലെങ്കിൽ മുന്നണി എന്ന രീതിയിൽ മാത്രമാണ് ഇത്തരമൊരു ഐക്യദാർഢ്യ സമ്മേളനവും ഒപ്പം ഈ പാലസ്തീൻ അംബാസഡർക്ക് സ്വീകരണവും നൽകുന്ന ചടങ്ങ് CPM മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഈ മുസ്ലിം ലീഗിനെ പോലും ഈ ന്യൂനപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കും സെമിനാറുകൾക്കുമൊക്കെ വിളിച്ച CPM ഇത്തവണ എന്നാൽ അത്തരത്തിലൊരു ക്ഷണം പ്രത്യേകിച്ച് വേദിയിൽ ഇരിക്കുന്നതിനായി ഈ മുസ്ലിം മേഖലയിലുള്ള സംഘടനകൾക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. പലരെയും വിളിക്കുന്നുണ്ട്, അവർക്ക് വേണമെങ്കിൽ സദസ്സിൽ ഇരുന്ന് പരിപാടിയിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് സ്വീകരണം നൽകാം, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം ഒരു ക്ഷണം സ്വീകരിച്ച് ഈ സമസ്ത അടക്കമുള്ള ആളുകൾ പ്രതിനിധികളെ ഇന്നത്തെ ഈ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് അയക്കുമോ എന്നതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ ഐക്യദാർഢ്യ സമ്മേളനം നടക്കുന്ന ദിവസം തന്നെ മുസ്ലിം യൂത്ത് ലീഗും ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗാസ റാലി എന്ന പേരിലാണ് ഉച്ചതിരിഞ്ഞ് 3:30 ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും CPM നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് ഇന്ന് നടത്തുന്നത്. എന്നാൽ യൂത്ത് ലീഗ് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രഖ്യാപിച്ച ഒരു സമര പരിപാടിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു ഐക്യദാർഢ്യ പരിപാടിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDFന്റെയും CPMന്റെയും ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വലിയ വിമർശനവും ഉയർന്നിരുന്നു. CPM ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ പാലസ്തീൻ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാട് ഇല്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു. എന്തായാലും മണിക്കൂറുകളുടെ ഇടവേളയ്ക്കുള്ളിൽ 2 പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളാണ് കോഴിക്കോട്ട് നടക്കുക. അഭിലാഷ്.